بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله اللهم صل على سيدنا محمد പ്രിയ സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് ഹഫ്സ ബിൻത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കേവർക്കും സുപരിചിതയായ ഒരു വനിതാ രത്നം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകൾ ഹഫ്സയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ ഹഫ്സ ബീവിക്ക് 11 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. അതേസമയം അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് അവർക്ക് 28 വയസ്സ് പ്രായമുള്ളപ്പോൾ വഫാത്താവുകയും ചെയ്തു. പിന്നീട് അവർ 35 വർഷക്കാലം ജീവിച്ചു. അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഖുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി അവരെ കല്യാണം കഴിച്ചിരുന്നു. പ്രസ്തുത സഹാബി ബദറിലേറ്റ ഒരു മുറിവ് കാരണം പിന്നീട് മരണപ്പെടുകയാണ് ചെയ്തത്. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളത് മദീന മുനവ്വറയിൽ തന്നെയാണ്, ജന്നത്തുൽ ബഖീയിൽ തന്നെയാണ്. അവർ മരിക്കുമ്പോൾ അവരുടെ വയസ്സ് 63 ആയിരുന്നു. ഹബീബായ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്നു സൈനബ ബിന്തു ഖുസൈമത്തുൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ. നമുക്ക് അവരെ കൂടി പരിചയപ്പെടാം. അവരെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉമ്മുൽ മസാക്കിൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. സാധുക്കളോടും അവശരോടും അഗതികളോടുമൊക്കെ വല്ലാത്തൊരു സ്നേഹവായ്പ കാണിക്കുകയും ധാരാളം അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരിൽ അവരെ വിളിക്കപ്പെടാൻ കാരണമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നേരത്തെ അവർ തുഫൈൽ ബിനു അൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിലായിരുന്നു. അവരവരെ തലാക്ക് ചൊല്ലിയതിൻ്റെ ശേഷം പിന്നീട് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് എന്ന് പറയുന്ന ഒരാൾ കൂടി കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു സഹാബിയായിരുന്നു. അദ്ദേഹം ഉഹദിൽ ഷഹീദാവുകയാണ് ചെയ്തത്. പിന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിക്കാഹ് ചെയ്യുന്നതും അവരുമായി ബന്ധം പുലർത്തുന്നതും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കെ തന്നെ ഖദീജ ബീവിയെ കൂടാതെ വഫാത്തായ ഒരു ഭാര്യയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ഒരഭിപ്രായത്തിൽ 2 മാസം മാത്രമാണ് റസൂലുള്ളാഹിൻ്റെ കൂടെ അവർ ജീവിച്ചത്, അല്ല 3 അല്ലെങ്കിൽ 8, പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും സാധുക്കളോട് വലിയ ദയാവായ്പ കാണിക്കുന്ന ഉമ്മുൽ മസാക്കീൻ സൈനബ ബിന്ത് ഹുസൈമ അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ ജന്നത്തുൽ ബഖീലാണ് അവരെ മറവിട്ടിരിക്കുന്നത്. മരിക്കുമ്പോൾ അവർക്ക് 30 വയസ്സായിരുന്നു പ്രായം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.